ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് മുരിങ്ങച്ചീരയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര, ഒത്തിരി ആരോഗ്യത്തിന് ഗുണകരമായും എന്നാൽ നല്ല ടേസ്റ്റിലും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മുരിങ്ങച്ചീര. ഇതാ ഒരു അര കപ്പ് തോരൻ പരിപ്പ് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയതായിട്ട് ഒരു വാളംപുളി, ആ വാളംപുളി ഇതാ ഒരു 1-1.5 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കായപ്പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരമുറി തേങ്ങയാണ്. അതിലേക്ക് നമ്മൾ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 സ്പൂൺ ജീരകവും കൂടെ ഇതൊക്കെ അരയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അത് കാരണം അത് ഞാൻ ഇപ്പം തന്നെ മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. അതൊന്ന് അരയ്ക്കാനുള്ളതാണ്. ഒരു 1-1.5 സ്പൂൺ മുളക് പൊടി അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരിക. ഒരു പാൻ ചൂടാക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ വാളംപുളി ആദ്യം നമ്മൾ ചാറെടുത്ത് വെച്ചിരിക്കുന്ന ആ വാളംപുളി ഒഴിക്കുക. അത് ഒഴിച്ചതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും തന്നെ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി വരും. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി തിളച്ച് നന്നായിട്ട് വരും. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് ആ പരിപ്പും കൂടെ അതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുത്ത് വെച്ചതല്ലേ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുകി വരട്ടെ. ഇപ്പുറത്തെ സൈഡ് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേ അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇത്തിരി കായപ്പൊടി അതിലിടുമ്പോൾ ആ കായപ്പൊടിക്ക് ഒരു നല്ല മണം വരും കേട്ടോ. പിന്നെ നമ്മളിത് ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മുരിങ്ങയില അതിലേക്കിട്ട് അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതൊന്ന് ഒരു 2 മിനിറ്റ് മാക്സിമം കേട്ടോ. എല്ലാം ഇത്രയും ആവുള്ളൂ. അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുമ്പോഴേക്കും നമ്മൾ ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡ് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ആ മുരിങ്ങച്ചീര അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും പിന്നെയും നമുക്കൊരു 2 മിനിറ്റ് മതിയാവും കേട്ടോ. അധികം സമയമൊന്നും എടുക്കില്ല. എന്തായാലും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ളൊരു നല്ല കറിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ നിങ്ങളായിട്ട് ട്രഡീഷണൽ മെത്തേഡിലുള്ളത് ഒരുപാട് ഷെയർ ചെയ്യണതായിരിക്കും. എന്നാൽ ആരോഗ്യകരമായിട്ടുള്ളതും ചേർക്കുമായിരിക്കും. താങ്ക് യു.